നമസ്കാരം. അമേരിക്കയെ ആശ്രയിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന തിരിച്ചറിവിലെത്തിയിരിക്കുകയാണ് കാനഡ. കാനഡയിലെ കുറ്റകൃത്യങ്ങൾ ഇന്ത്യക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഒടുവിൽ കാനഡ. പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഡൽഹി സന്ദർശനത്തിന് മുമ്പ് ടൊറന്റോയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാനഡയിലെ അക്രമ കുറ്റകൃത്യങ്ങൾ ഇന്ത്യക്ക് ഇനി പങ്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാർക്ക് കാർണി. ഇദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ഒട്ടോവയുടെ ഇന്ത്യയോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റത്തിന്റെ സൂചന കൂടിയാണ് കാനഡയുടെ ഈ പ്രസ്താവന. പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നതിന് മുമ്പ് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ യോഗത്തിലാണ് ഒരു മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥൻ ഈ പ്രസ്താവന നടത്തിയത്. ഒട്ടോവയും ന്യൂഡൽഹിയും തമ്മിലുള്ള സുരക്ഷാ ചർച്ചകളിലെയും സഹകരണത്തിലെയും പുരോഗതി മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വിവരിച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ ശക്തമായ നയതന്ത്ര ഇടപെടലുണ്ട് എന്നും ആ പ്രവർത്തനം ഇനിയും തുടരുന്നു എന്ന് കരുതുന്നു എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വ്യക്തമാക്കൽ. കാനഡയിലെ അക്രമത്തിൽ ഇന്ത്യക്ക് പങ്കില്ലാത്തതിനാൽ ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുള്ള ഏജന്റുമാരുടെ സജീവമായ വിദേശ ഇടപെടലും കാനഡയിലെ അടിച്ചമർത്തലും സംബന്ധിച്ച ആശങ്കകൾ ഇനി ബാധകമല്ല എന്നാണ് കനേഡിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇന്ത്യയുമായുള്ള കാനഡയുടെ ശ്രമങ്ങൾക്ക് നിയമത്തോടുള്ള ബഹുമാനം പ്രധാനമാണ് എന്നാണ് കനേഡിയൻ സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇന്ത്യയുമായുള്ള പുനഃസ്ഥാപനത്തിലുള്ള ഞങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിന്റെ അടിത്തറ നിയമപാലകർ ഇടപെടലുകളോടെ ബഹുമാനിക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവുമായി വ്യാപാരം കൂടുതൽ ആഴത്തിലാക്കാനും കാനഡ ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ കൂടുതൽ വിശ്വസനീയമല്ലാതായി മാറിയ അമേരിക്കയെ വാണിജ്യപരമായി ആശ്രയിക്കുന്നതിൽ കാനഡയെ മോചിപ്പിക്കാൻ സഹായിക്കുന്ന 1.4 ബില്യൺ ജനങ്ങളുള്ള ഒരു വളർന്നുവരുന്ന സാമ്പത്തിക ശക്തി കേന്ദ്രമാണ് ഇന്ത്യയെന്നും കനേഡിയൻ ഭരണകൂടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യ ആക്രമത്തിൽ പങ്കാളിയായിരുന്നു എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണ് എന്നും ഇന്ത്യക്ക് നിരന്തരം തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോ ഇന്ത്യക്ക് യാതൊരുവിധ അക്രമ സംബന്ധത്തിലും പങ്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി.